കട്ടച്ചാട് നാടിനെ പറ്റി പറയാണ്. കട്ടച്ചറ എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയ കാലത്ത് ആളുകൾ പറയും താ ഒഴിവാക്കിയാൽ കച്ചറയായി. പക്ഷെ സത്യത്തിൽ അതല്ല. ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ മഹലിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ആളുകൾ അറിയാതെ പോയിട്ടുണ്ട്. ഞാൻ പറയാം, ഞങ്ങളുടെ മഹല്ലത്തിൽ മറവിട്ട് കിടക്കുന്ന മമ്പറത്ത് പാപ്പയുടെയും പുതിയങ്ങാടി യാഹുന്തങ്ങൾ പാപ്പയുടെയും സതീർത്ഥ്യനായിട്ടുള്ള നിൽക്കാൻ കഴിയാത്ത തരത്തിൽ അതുക്കും മേലെ എന്ന് പറയും. അതാണ് കട്ടച്ചാർ. ആ മഹാനെ സംബന്ധിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള പോരിഷകൾ, മഹത്വങ്ങൾ പറയാനുണ്ട്. വലിയ മഹാനാണ്. ഒരു സമയത്ത് 100 വർഷങ്ങൾക്കപ്പുറം പുതിയങ്ങാടി യാഹുന്തങ്ങൾ പാപ്പയുടെ അരികിൽ നിന്ന് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം കാഞ്ഞിരക്കുറ്റി പരിസരത്തെത്തുമ്പോൾ ആ കാലത്ത് ഒടിയന്മാരെ കണ്ടുവന്ന. അപ്പൊ ഒടിയന്മാരുണ്ട് എന്ന് നമുക്ക് ആ ചരിത്രത്തിൽ ബോധ്യമാണ്. 2 കാളകൾ നിൽക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന കാര്യസ്ഥനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആ കരിനകം കൊണ്ടുവരണം. കരിനകം കാര്യസ്ഥൻ കൊണ്ടുവരുന്നു. ആ സമയത്ത് കാളകൾ അവിടെ ഉണ്ട്. കാളകളുടെ കഴുത്തിൽ കരിനകം വെക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും അവരെ പൂട്ടുകയാണ്. പുലരാനാകുമ്പോ കരഞ്ഞു അത്രേ, ഉപ്പാപ്പ ഞങ്ങളൊന്ന് വിടൂ. അന്നു മുതൽ ഞങ്ങളുടെ നാടിന് ആ ഒരു ശല്യം ഇല്ല എന്ന് പൂർവികർ പറഞ്ഞ ചരിത്രം ഞങ്ങൾക്കറിയാം. രണ്ടാമതൊരു കാര്യം, മഹാനാകുന്ന കുഞ്ഞിപ്പോക്കുറുപ്പാപ്പ എന്നാണ് മഹാനവന്റെ പേര്. അദ്ദേഹത്തെ ചരിത്രം പഠിക്കുമ്പോൾ തമിഴ്നാട് വെല്ലൂരിൽ നിന്ന് വന്നതാണ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മഹാനായ ഉപ്പാപ്പ മറ്റൊരു കറാമത്ത് ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തേവലപ്പുറം എന്ന് പറയുന്ന ഞങ്ങളുടെ കട്ടച്ചിറ പ്രദേശം, ആ തേവലപ്പുറം ദേശത്ത് സർപ്പം കടിച്ചാൽ വിഷമേൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കാരണവന്മാർ പറയുകയും ഒരു 10-20 വർഷം മുമ്പ് ഞങ്ങൾക്കത് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം, സഫിയ ട്രാവൽസിന്റെ ഓണറാകുന്ന ഖാദർ ഹാജിയുടെ വീട്ടിൽ അവിടെ മരപ്പണിക്ക് വന്നിട്ടുള്ള ബോംബെക്കാരൻ, ആ ബോംബെക്കാരൻ അന്ന് ഇവിടെ കക്കൂസുള്ളൊരു കാലല്ല, പുഴയുടെ പരിസരത്തേക്ക് അദ്ദേഹം വിസർജിക്കാൻ വേണ്ടി പോകുന്നു. തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ പാമ്പ് കുത്തുകയാണ്. ഞങ്ങൾ സാക്ഷിയാണ്. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനോട്, ആശയത്തോട് യോജിക്കാത്തൊരു സഹോദരൻ കുഞ്ഞുട്ടി എന്ന അദ്ദേഹത്തെ വിളിക്കാം. പ്രിയപ്പെട്ട കരീം സാഹിബാണ്. കടയിൽ നിന്ന് ബ്ലേഡ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ വിരലിൽ സർപ്പം കുത്തിയെടുത്ത് നമ്മുടെ ചെറിയ ബലൂണ് പോലെ അദ്ദേഹത്തിന്റെ കാലിൽ വിഷം കുറയായി തൂങ്ങി നിൽക്കുന്നത് കണ്ടവരാ ഞങ്ങൾ. അതിലപ്പുറം ഇവിടെ 11 ഫാത്തിഹയും 11 നാരിയത്ത് സ്വലാത്തും 11 ഇഖ്ലാസ് സൂറത്തും മുഅവ്വിദതൈനിയും അവസാനം 11 സ്വലാത്തും ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ മഹത്വവും പ്രാധാന്യവും വിജയവും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടവരുമാണ്. ഇതാണ് ഞങ്ങളുടെ കട്ടച്ചിറയുടെ ഒന്നാമത്തെ മഹത്വം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വീഡിയോയിൽ ബാക്കി സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.